ഹലോ, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് തെമു ഹോളായിട്ടാണ് ഞാൻ വന്നേക്കണത്. അപ്പം കൂടുതൽ ക്ലോത്തിങ് ആണ് കേട്ടോ ഇതിൻ്റെ അകത്ത്. അപ്പം എന്തൊക്കെയാന്ന് നിങ്ങൾക്ക് കാണണ്ടേ. പിന്നെ കൊറിയൻ നൈറ്റ് വെയർ ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ. അപ്പം ഓരോന്ന് എടുത്ത് കാണിക്കാം. ഫസ്റ്റ് നമുക്ക് എല്ലാം നൈറ്റ് വെയർ ആണ് കേട്ടോ. ഞാൻ എപ്പോഴും പുറത്തിടുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ പുറത്തെ ഡ്രസ്സ് തന്നെയാണ് വീട്ടിലിടണത്. അപ്പോൾ എൻ്റെ കസിൻസൊക്കെ വിളിക്കുമ്പോൾ എപ്പോഴും പറയും എന്താ ഈ നല്ല ഡ്രസ്സൊക്കെ വീട്ടിലിടണം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ചൊന്ന് മാറ്റി പിടിച്ചേക്കാം, നൈറ്റ് ഡ്രസ്സൊക്കെ വാങ്ങിക്കാം എന്ന് വിചാരിച്ചു. അപ്പം തെമ്മൂല് നോക്കിയപ്പോൾ നല്ല ക്യൂട്ട് മറ്റേ ഇതേപോലത്തെ ക്യൂട്ട് ഡ്രസ്സ് കണ്ടപ്പോൾ എന്തായാലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വാങ്ങിച്ചേക്കണേനെ കാണിച്ചു തരാം നിങ്ങളെ. അയ്യോ, ഇതെല്ലാം നല്ല ഡ്രസ്സുണ്ട് കേട്ടോ. ഇനി ഇടം. ഓ, ഇത് എന്നെക്കാട്ടും വലുതാണോ എന്ന് എനിക്കറിയില്ല. സൈസ് കുറച്ച് വലുതായി പോയി തോന്നുന്നു. ബട്ട് സ്റ്റിൽ നല്ല ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം. ലൈക്ക് തെമു ഹോളാണ്, നാട്ടിൽ കിട്ടൂല. തെമു ഹോളാട്ടോ. അടുത്തത് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട്. ഈ മെറ്റീരിയലും അടിപൊളിയായിട്ടുണ്ട്. ഇത് ഇട്ടിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര കംഫോർട്ടാണ്. സാക്കിന്റെ ഈ ഒരു ഡ്രസ് അടിപൊളിയായിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല മെറ്റീരിയൽ. അപ്പൊ അടുത്ത ഡ്രസ്സ് കൂടി ഞാൻ വേഗം ഇടട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്. നമുക്ക് അടുത്ത ഡ്രസ്സ് നോക്കാം. മിക്കതും നൈറ്റ് വേഴ്സ് ആണ് ഞാൻ എടുത്തേക്കണത്. ഇത് സാക്കിന് വേണ്ടിയാണ് വാങ്ങിച്ചേക്കണത്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല കണ്ടപ്പോൾ ഡ്രസ് കുറച്ച് വലുതായി അല്ലേ. ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി, അങ്ങനെ വാങ്ങിച്ചേക്കണേ. സാക്കിന് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നല്ല മെറ്റീരിയലാണ് കേട്ടോ. തെമ്മൂന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ലൈക്ക് ഡ്രസ്സൊന്നും കൊള്ളൂലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ നല്ല മെറ്റീരിയൽ. ആ നൈറ്റ് വെയറിൻ്റെ ഒക്കെ മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ സാക്കിനാണേലും ഇതൊക്കെ നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിനു മുമ്പ് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്, കുറേ ഒന്നും വാങ്ങിച്ചിട്ടില്ല, ഇതേപോലെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വാങ്ങിച്ചേക്കണത്. പിന്നെ ഇതും എനിക്കാണ്. ഞാൻ കാണിച്ചു തരാം. 3 ഇതേപോലത്തെ ടോപ്സ് ആണ്. ചെറിയ ഇങ്ങനത്തെ ടോപ്സ് ആണ്. ഇല്ല, ഇതേക്കാൾ 1968 എന്നാണ്. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നുമില്ല. അതായാലും കൊള്ളാം. നല്ല മെറ്റീരിയല്. എനിക്കത് വീട്ടിലിടാൻ വേണ്ടിയാട്ടോ ഞാൻ എല്ലാം വാങ്ങിച്ചേക്കണത്. സ്റ്റിൽ ചാക്കോനോ ചാക്കോ അങ്ങോട്ട് എറിയണേ. ഇതിന്റെ ക്വാളിറ്റി ഒക്കെ ലൈക്ക് വീട്ടിലിടാൻ ഓക്കെ. ഇതിന്റെ ക്വാളിറ്റി എനിക്ക് അത്ര ഇഷ്ടമാവില്ല കേട്ടോ, ഈ ഒരു ഇതിന്റെ. ബട്ട് വീട്ടിലിടാൻ നൈസാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചത്ര ഭംഗിയുണ്ടാവും, പക്ഷെ ഇട്ടപ്പോൾ നല്ല രസം കിട്ടാൻ കാണാൻ. എനിക്ക് തോന്നി ഇത് പുറത്തേക്ക് ഇട്ട് പോകാൻ പറ്റിയ ഡ്രസ്സ്. പക്ഷെ ഇപ്പൊ ഇവിടെ വിന്ററാണ്, ഇങ്ങനെ പുറത്തൊന്നും പോകാൻ പറ്റില്ല. സ്റ്റിൽ വല്ല സമ്മറിനോ ഒക്കെ പുറത്തിടാൻ പറ്റിയ പോലത്തെ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം റേറ്റ് എനിക്ക് ഒന്നിൻ്റെ അറിയില്ല. ഞാൻ ഓർഡർ ചെയ്യുമ്പം വേണമെങ്കിൽ ഞാൻ എല്ലാം റേറ്റും പിക്ചേഴ്സും ഇവിടെ കൊടുക്കാം. ഇത് സാക്കിന് വേണ്ടി വാങ്ങിച്ചേക്കണേ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൽ കണ്ടപ്പം. അപ്പം ഞാൻ വാങ്ങിച്ചത്. സാക്കിന് നല്ല രസം ഉണ്ടാവും അല്ലേ, ബ്ലാക്ക്. ഓക്കെ. ഓ, സാക്ക് ഇട്ടൊക്കെ കാണിക്കുന്നുണ്ട്. നൈസ്. സാക്ക് അങ്ങനെ എറിയരുത് കേട്ടോ, ജസ്റ്റ് അവിടെ കീപ്പ് ചെയ്യാം, ഒരിക്കലും എറിയരുത്. അടുത്ത നമുക്ക് എനിക്ക് ഓർമ്മയില്ല. ഇത് സാക്കിന് തെർമൽസ് വാങ്ങിച്ചേക്കണേ. ഞാൻ തെർമൽസ് എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ലൈക്ക് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല തെർമൽസ് ആണ് ഇവരുടെ. അപ്പം ഞാൻ വിചാരിച്ചു സാക്കിന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചേക്കണേ. സ്കൂളിൽ പോകുമ്പോഴേക്ക് ഇടാമല്ലോ അവന്. അതിവിടെ നല്ല തണുപ്പാണ്. അയ്യോ, പാൻറ് കുറച്ച് വലുതായി പോയി തോന്നാൻ. സാക്ക് പാൻറ് കുറച്ച് കുഴപ്പമില്ല, പാൻറ് കുറച്ച് വലുതായിപ്പോയി. പക്ഷെ ടോപ്പ് കുഴപ്പമായിരുന്നല്ലോ. നെക്സ്റ്റ് വന്നത് എനിക്ക് എന്താ ഓർഡർ ചെയ്തത് ഞാൻ ഈ തെമൂന്ന് ഞാൻ 2 മാസമായി ബെഡ്ഷീറ്റ് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതുവരെ വന്നിട്ടില്ല. ഇതെനിക്ക് സെയിം ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വിന്ററിന് വാങ്ങിച്ചതാണ് കേട്ടോ ഇത്. ബട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞു വീട്ടിലിട്ടപ്പോ. അപ്പൊ ഈ പ്രാവശ്യത്തെ വിന്ററിൽ ഞാൻ വിചാരിച്ചു ഇതേപോലെ എന്തെങ്കിലും ഡ്രസ്സ് ഇടുമ്പോ ഇങ്ങനത്തെ ഇട്ടാ നല്ല സുഖമായിരിക്കും. കണ്ടോ, ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ് ഇത്. ഫുൾ ഉണ്ട്, ഇങ്ങനെ ഇരിക്കും.
നല്ല രസമാണ്. നല്ല പാൻറ്റാട്ടോ ഉദ്ദേശിച്ചത്. നല്ല രസം. പിന്നെ ഒരു ബാഗ് വാങ്ങിച്ച്. കഴിഞ്ഞ വ്ളോഗില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ നല്ല ഹലോ കിറ്റിയുടെ ക്യൂട്ട് ബാഗ് വാങ്ങിച്ചില്ലേ, അതേപോലെ എനിക്ക് ഇത് ക്യൂട്ടായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ഓ നൈസ്. ബട്ട് വേറെന്തോ രീതിയിൽ ഇടാന്നാണ്ടാ കണ്ടേച്ചത്. പക്ഷെ ഇത് കുറച്ച് ചെറുതായി, ഞാൻ കുറച്ചുകൂടി വലുതാ ഉദ്ദേശിച്ച കാര്യം. എനിക്ക് പറ്റില്ല. കാര്യം ഇത് ഡ്രസ്സുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്, ബട്ട് എനിക്ക് ജോലി സ്ഥലത്ത് കൊണ്ടുപോകാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അതിന് പറ്റില്ല, ഈ ബാഗ് കുറച്ച് ചെറുതായി പോയി. ബട്ട് സ്റ്റിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത നൈറ്റ് ഡ്രസ്സാണ് കാണിച്ചു തരാം നിങ്ങക്ക്. അതിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നേരിട്ടും നല്ല രസമുണ്ട്. മെറ്റീരിയലാണ് എനിക്ക് നല്ല രസല്ലേ. എനിക്ക് ഇടാൻ ഇപ്പൊ തന്നെ കൊതിയാണ്. ഇപ്പൊ കുളിച്ച് വന്നേള്, അത് നേരത്തെ ഇടായിരുന്നു. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. സോ സെക്കൻഡ്, ഇതും എനിക്ക് ഇട്ടിട്ടും നല്ല കംഫോർട്ട് ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല മെറ്റീരിയലാണ്. ഞാൻ എന്തായാലും ഇതൊക്കെ റെക്കമെൻഡ് ചെയ്യട്ടെ. ഞാനിപ്പോ ഇട്ട് നിങ്ങളെ കാണിക്കണതൊക്കെ കേട്ടോ. അടുത്തതും ഇത് സക്സസ്ഫുൾ ആയി. കാര്യം നൈറ്റ് ഡ്രസ് എല്ലാം നല്ലതാ വന്നേക്കണം. ഇത് കാണാൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ മെറ്റീരിയൽ ഒക്കെ അടിപൊളിയാണ്. ഇടുമ്പോ നല്ലതായിരിക്കും മേ ബി. കാണാൻ അത്ര രസമില്ല, എനിക്ക് ഇഷ്ടായില്ല. ഇട്ട് നോക്കാൻ വരുന്നത് ചിലപ്പോ ഇട്ട് ഇടുമ്പോ നല്ല ഭംഗിയായിരിക്കും, പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് കാണുമ്പോ ഒരു ഭംഗിയില്ല. ഇത് ഞാൻ എടുത്തപ്പോ എനിക്ക് അത്ര ഇഷ്ടമായിരുന്നില്ലല്ലോ, പക്ഷെ ഞാനിപ്പോ ഇട്ടിട്ട് നോക്കുമ്പോ എല്ലാ ഡ്രസ്സും എനിക്ക് ഇഷ്ടപ്പെടുന്നത് കേട്ടോ. സത്യം പറഞ്ഞാലേ, ഇത് നമുക്ക് വേണമെങ്കിൽ പുറത്തും, ഇപ്പൊ നമ്മൾ ജസ്റ്റ് പുറത്ത് പോകണമെങ്കിൽ പോലും ഇടാൻ പറ്റിയ ടൈപ്പ് ഡ്രസ്സസ് ആണ് ഞാനിവിടെ വാങ്ങിച്ചേക്കുന്നത്. ആദ്യം ഇട്ടത് ഒരു നൈറ്റ് ഡ്രസ് പോലെയാണ്, പക്ഷെ മെറ്റീരിയലൊക്കെ അടിപൊളി, ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ. ഞാൻ ഒരുവിധം എല്ലാം ഇട്ട് നോക്കി, എനിക്ക് എല്ലാം ഇഷ്ടമായി. നെക്സ്റ്റ് എന്താ? ഓപ്പൺ. ഞാൻ എന്തോ ഓർഡർ ചെയ്തത്. ഞാൻ എന്താ നോക്കട്ടെ. ഓ ഓക്കെ, കണ്ടപ്പോ ഒരു രസം തോന്നി. ഒരു പ്ലെയിൻ ഗ്ലാസ് ഞാൻ ഓർഡർ ചെയ്ത്, പക്ഷേ ഞാൻ മറന്നുപോയി. സാക്കു നോ നോ നോ, അമ്മ എടുക്കാം. എനിക്ക് ബാലിങ്ങനെ നല്ലതായിരിക്കും. സാക്കുന് തരാത്തതിന്റെ അസൂയല്ല, ഞാൻ പോയി നോക്കിയത് പിന്നെ നോക്കാം. ഓഹോ, അപ്പൊ ഞാൻ വെച്ചിട്ട് എന്താണ് കുഴപ്പം? നല്ല ഭംഗിയുണ്ടോ? രസമുണ്ടോ? അപ്പൊ നമുക്ക് വെച്ചോണ്ട് മേക്കപ്പ് ഞാൻ ഒരിക്കലും ഞാൻ അവിടെ നിന്ന് പറയില്ല കേട്ടോ. ടെമൂന്ന് വാങ്ങിക്കരുത്. കാര്യം നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്യണത് എനിക്കിത് എന്താന്ന് പോലും മനസ്സിലായില്ല. ഞാനിത് ഓർഡർ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ മേക്കപ്പ് ഓർഡർ ചെയ്യാറില്ല. അന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി ഞാൻ ചീപ്പായിട്ടുള്ള ഒരു വ്ളോഗ്, ലൈക്ക് ചീപ്പസ്റ്റ് മേക്കപ്പ് ഐറ്റം എന്ന് പറഞ്ഞ്, എനിക്ക് മനസ്സിലായി ഇതെന്താന്ന് വെച്ചാ, ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ മേക്കപ്പ് ഒന്നും ഇതിൽ നിന്ന് ഓർഡർ ചെയ്യില്ല. കാര്യം ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ അവിടെ നിന്ന് വാങ്ങിക്കണമെന്ന്. കാര്യം നമുക്ക് അറിയാൻ പോലും പാടില്ല എന്ത് കെമിക്കലാന്ന്. ഒരിക്കലും തെമ്മൂന്നൊന്നും വാങ്ങിക്കരുത്. ബ്രാൻഡഡ് മാത്രം വാങ്ങിക്കാനേ ഞാൻ പറയുള്ളൂ. പക്ഷെ ഞാൻ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ചീപ്പസ്റ്റ് ഹോൾ എന്ന് പറഞ്ഞാൽ. ചുമ്മാ ഒരു രസം തോന്നി, പക്ഷെ പിന്നീട് ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഒന്നും. ഇതെന്താന്ന് വെച്ചാൽ ഹെയർ മസ്കാര. ഹെയറിൽ ചുമ്മാ കളർ അടിച്ചില്ലേലും നമുക്ക് ഒരു ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ ഒരു രസത്തിന് വേണ്ടി. എനിക്കറിയില്ല ഇതിന്റെ ക്വാളിറ്റിയും ഇതെങ്ങനെ ഇരിക്കും എന്ന്. ഞാൻ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പറയാം കേട്ടോ. ഏതെങ്കിലും ഒരു വീഡിയോയുടെ അകത്ത് ഇതിനെക്കുറിച്ച് പറയാം. അങ്ങനെ 2 കളേഴ്സ് വാങ്ങിച്ച്, അപ്പോൾ നമുക്ക് ട്രൈ ചെയ്തിട്ട് കളർ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ കളർ ചെയ്യാമല്ലോ ഹെയർ. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്.
ഇത് ജസ്റ്റ് ബാത്തിങ്ങിൻ്റെ ആണ്, അത് കാണിക്കാനൊന്നുമില്ല. അപ്പം ഇത്രയുള്ള എനിക്ക് ഇഷ്ടമായി. എനിക്ക് ആകെ ഒരെണ്ണം മാത്രമേ, ചിലപ്പോൾ അത് ഇടുമ്പോൾ രസമായിരിക്കും. അപ്പം ഈ വ്ളോഗ് നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലത്തെ വീഡിയോസ് ആയിട്ടൊക്കെ ഞാൻ വരാം. സോ ഒരുപാട് സപ്പോർട്ട് നിങ്ങൾ തന്നുണ്ട്. ഇനിയും എൻ്റെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ മിക്കതും പ്ലേലിസ്റ്റിലാക്കും. ഞാൻ ജേർണലിങ് ചെയ്യണത് പ്ലേലിസ്റ്റിലുണ്ട്. പിന്നെ ലിപ് സീരീസ് ഞാൻ പ്ലേലിസ്റ്റിലാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ പ്ലേലിസ്റ്റിലാക്കാറുണ്ട്. സോ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യണം. എല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ബൈ.